ഹായ് ഹലോ. അപ്പം ഞങ്ങളിന്ന് ഇച്ചുകൂട്ടനായിട്ട് വേളി ഇറങ്ങാൻ ഇറങ്ങിയതാണ്. അവൻ്റെ ആ സന്തോഷം കേട്ടോ, അത് പ്രൈസ്ലെസ്സാണ് മക്കളെ. ഇന്ന് അവൻ്റെ കൂടെ പോകാൻ പറ്റില്ലെങ്കിൽ ഭയങ്കര ഒരു റിഗ്രറ്റായി പോയേനെ. ചിരിക്ക് കൊടുക്കണം ഒരു 100 ഉമ്മ. അങ്ങനെ അവിടെ ഞങ്ങൾ വേളി കറങ്ങാൻ വേണ്ടി ഇറങ്ങി. അവനിത് ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അവൻ കുഞ്ഞായിരുന്നപ്പോൾ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളവിടെ ട്രെയിൻ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വേളി മൊത്തം ചുറ്റിക്കറങ്ങി അതിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് കാണിക്കാം. ഇതാണ് പ്ലാറ്റ്ഫോം. ഞങ്ങളവിടെ നിന്ന് നേരെ എല്ലാ ബോഗിയും ഓൾമോസ്റ്റ് റെഡിയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്കൊരു ബോഗി കിട്ടി. അതിലോട്ട് ഞങ്ങൾ 3 പേരും കയറി. പിന്നെ 2 കുഞ്ഞു മക്കൾ ഫ്രണ്ടിലുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ മൊത്തം വേണ്ടേ ട്രെയിൻ വഴി പോവാണ്. കുഞ്ഞിനാണെങ്കിൽ ഓരോ പുതിയ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ അമ്മ കാണിച്ചെടുക്കുമ്പോൾ അതെല്ലാം അവൻ എന്നെ വിളിച്ചിങ്ങനെ കാണിച്ചിരുന്നുണ്ടായിരുന്നു. അത് കണ്ടു എന്ന്. അത് കാണാൻ തന്നെ നമ്മളപ്പം ഫസ്റ്റ് ടൈം ഇരുന്ന് കാണുന്ന പോലെ അവനോട് ആക്ട് ചെയ്യണം. അതാണല്ലേ എന്നൊക്കെ. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തന്നൊരു ദിവസമായിരുന്നു അത്. അങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവനിങ്ങനെ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ടണൽ പോലത്തെ ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. അതിൽ കയറിയപ്പോൾ പിള്ളേരെല്ലാം കൂടെ ഭയങ്കര ബഹളമായിരുന്നു. കേൾക്കാം. അത് കണ്ടിട്ട് ഇച്ചിക്കുട്ടനെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതെന്താ ഇവരൊക്കെ കിടന്ന് വിളിക്കുന്നത്. ഈ കാഴ്ച അടിപൊളിയായിരുന്നു. ഇതൊരു റെസ്റ്റോറൻ്റാണ്, പക്ഷേ അതിൻ്റെ പണിയൊക്കെ നടക്കുന്നതേ ഉള്ളൂ. ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഈ ശംഖ് അവൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അവൻ എന്നെ വിളിച്ച് കാണിച്ചു തരാം ശംഖെന്ന്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതിൽ അവനൊന്നും മൈൻഡ് ചെയ്തില്ല. അപ്പോൾ രണ്ടാമത് കാണിക്കുന്നുണ്ട്. അപ്പം ഇത് ശംഖാണല്ലേ എന്ന് എക്സ്പ്രഷനൊക്കെ ഇട്ട് നിൽക്കണം. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മളിത് കഴിഞ്ഞ് പ്ലാറ്റ്ഫോം ഇറങ്ങി. ഇനി നേരെ ലക്ഷ്യമാവുന്ന കടലിലോട്ടാണ്. കുഞ്ഞിന് സൺസെറ്റ് ഭയങ്കര ഇഷ്ടമാണെന്നാണ് ഇതെൻ്റെ ഫ്രണ്ട് അവൾ പറഞ്ഞതും. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ ഈ വയസ്സിലൊക്കെ ഞാൻ ഈ സൺസെറ്റൊക്കെ ആ സമയത്തൊക്കെ എനിക്ക് അറിയാമോന്ന്. ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കര ജീനിയസാണ്. എല്ലാം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവർ ഭയങ്കര നോട്ടി. കുഞ്ഞുമണിക്ക് കടലിൽ ഇറങ്ങാൻ പേടിയാണ്, പക്ഷേ തിര വന്ന് പോകുമ്പോൾ അവൻ്റെ സന്തോഷം കേട്ടോ, അവന് ഭയങ്കര സന്തോഷം. പക്ഷേ കടലിറങ്ങാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ കുറേ സമയം ഞങ്ങൾ അവിടെ നിന്ന് കടലിലെ തിരയൊക്കെ എണ്ണിയിട്ട് നേരെ ഐസ്ക്രീം കഴിക്കാൻ പോയി. അപ്പം അവൻ്റെ എന്നെ സഹായിക്കാൻ ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊളിച്ച് തിന്നോളാം എന്നൊരു അവന് നല്ല ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഐസ്ക്രീം കഴിച്ചത്. ഐസ്ക്രീം കഴിച്ചിട്ട് ടാറ്റ കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ കൈവച്ചുള്ള എക്സ്പ്രഷൻ കണ്ടോ. ടാറ്റ ഫുള്ളായിട്ട് പോലും വന്നില്ല. പിന്നെ അവന് പ്ലെയിന്, ഹെലികോപ്റ്റർ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ പോയി തൊട്ടിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇങ്ങനെ പിടിച്ചെടുത്ത് തന്നു. ഒരെണ്ണം കൂടെ തരാം. അപ്പം എല്ലാവർക്കും എൻ്റെ ഇച്ചിക്കുട്ടൻ്റെ ഉമ്മയും ടാറ്റയൊക്കെ കിട്ടും എന്ന് വിശ്വസിക്കുന്നു. അപ്പം ബൈ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.